ഹലോ മക്കളെ, എല്ലാവർക്കും എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ മറ്റൊരു ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് 10ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫിന്റെ ഫസ്റ്റ് പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, എന്താണ് ഹെറിഡിറ്റി, എന്താണ് വാരിയേഷൻ, അതേപോലെ നമ്മൾ പുതിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എൻഡ് ചെയ്ത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസിൽ നമ്മൾ പറഞ്ഞ രണ്ട് കോൺസെപ്റ്റ് ആണ്, ഒന്ന് ഹെറിഡിറ്റിയും മറ്റൊന്ന് വാരിയേഷനും. നമുക്കിവിടെ കാണാം, ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പാരന്റ്സ് ടു ദെയർ ഓഫ്സ്പ്രിംഗ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അച്ഛനും അമ്മയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ചില സ്വഭാവ സവിശേഷതകളെയാണ് എന്ത് വിളിക്കുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നു, അച്ഛനും അമ്മയിലുള്ള ആ കഴിവുകള് ഓഫ്സ്പ്രിംഗ് അതായത് കുട്ടികളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കഴിവുകളെ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ it ensures that biological traits are passed down through generations. നമ്മുടെ തലമുറകളായി എന്ത് ചെയ്യുന്നു, കൈമാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ അല്ലെങ്കിൽ അവരുടെ മുത്തശ്ശന്റെയോ മുത്തശ്ശിയുടെയോ ഒക്കെ ജീനുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാം. ഓക്കെ, അവരുടെ കഴിവുകള് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള മോർഫോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ അപ്പിയറൻസ്, അവരുടെ മുഖച്ഛായ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഹെറിഡിറ്റി ആണ്, മലയാളത്തിൽ പറഞ്ഞ പാരമ്പര്യമാണ്. ഓക്കെ, ജീനുകൾ വഴി നമ്മളിലേക്ക് കിട്ടുന്ന കഴിവുകളെയാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് വാരിയേഷൻ. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ പറയുന്ന കാര്യമാണ് വാരിയേഷൻ. വാരിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ്സ്പ്രിംഗ് ദാറ്റ് ഡിഫർ ഫ്രം ദെയർ പാരന്റ്സ്. അതായത് അച്ഛനും അമ്മയിൽ നിന്നും വിഭിന്നമായി അവരിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായ ചില ക്യാരക്ടേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിന് പിന്നില് വാരിയേഷൻ ആണ്. ഓക്കെ, ചിലപ്പോൾ അച്ഛനും അമ്മയും വലിയ പാട്ട് പാടാനൊന്നും കഴിവില്ലാത്തവരിക്കും, പക്ഷെ മക്കൾ നന്നായിട്ട് പാടും. ഓക്കെ, അപ്പൊ ആ കഴിവ് എവിടുന്നാ കിട്ടിയത്, അതാണ് ഈ പറഞ്ഞ വാരിയേഷൻസ്. അവരിൽ നിന്ന് തന്നെ കിട്ടുന്ന കഴിവാണ്, പക്ഷെ അവരിൽ എക്സ്പ്രസ്ഡ് അല്ല, നമ്മളിൽ എക്സ്പ്രസ്ഡ് ആണ്. അത്തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ നമ്മൾ വാരിയേഷൻ എന്ന് വിളിക്കുന്നു. ദേ ആർ ക്രൂഷ്യൽ ഫോർ സർവൈവൽ ആൻഡ് എവല്യൂഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നിലനിൽപ്പിനും അതേപോലെ നമ്മുടെ പരിണാമത്തിനും അത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഭൂമിയിലെ ഒരു ടെമ്പറേച്ചർ നമ്മൾ നോക്കാം. ഇപ്പൊ പ്രകൃതിയിൽ ഏകദേശം 40 ഡിഗ്രിയുടെ അടുത്ത് നമ്മുടെ ടെമ്പറേച്ചർ ഉണ്ട്, താപനില ഉണ്ട്. ഒരു 10-20 കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു 50 കൊല്ലത്തിന് ശേഷം ആ താപനില വളരെ ഉയർന്ന് കുറച്ചൊരു 50-60 ഡിഗ്രിക്ക് മുകളിൽ എത്തുന്നത് കൂട്ടിക്കും. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ജീവിക്കാൻ പറ്റണമെന്നില്ല, കാരണം നമ്മുടെ ബോഡിക്ക് അത് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരിക്കാം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അവർ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാ, അവരെ ജീനിനകത്തുള്ള വാരിയേഷൻ കൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ പിന്നീട് ഉണ്ടാകുന്ന അവരുടെ മക്കള്, അവരുടെ കൊച്ചുമക്കൾ എന്നൊക്കെ പറയുന്നത് ഇതേ ജീൻ കണ്ടെയ്ൻ ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താ, അവരൊക്കെ ഈ പറഞ്ഞ ലോകത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ താപനിലയിൽ സർവൈവ് ചെയ്യും. അപ്പൊ അതാണ് വാരിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള വാരിയേഷൻസ് ആണ് നമ്മളിൽ എവല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഹ്യൂമൻ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുന്നത് വലിയ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. അപ്പൊ അത്തരത്തിലുള്ള എവല്യൂഷന് കാരണമാകുന്നതും ഈ പറഞ്ഞ ജീനുകൾ തന്നെയാണ്. ഓക്കെ, സോ ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം പാരന്റ്സ് ഗവൺ ബോത്ത്. നമ്മുടെ അച്ഛനും അമ്മയിൽ നിന്നും കിട്ടുന്ന ജീൻസ് തന്നെയാണ് ഈ പറഞ്ഞ ഹെറിഡിറ്റിക് ആയാലും അതുപോലെ വാരിയേഷൻ ആയാലും ഉള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ, മനസ്സിലായില്ല മക്കൾക്ക്? ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫാദർ ഓഫ് ജെനറ്റിക്സ് ആണ്. ഓക്കെ, നമ്മുടെ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവാണ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴൊക്കെ നമ്മൾ ജെനറ്റിക്സിനെ പറ്റി സംസാരിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട ശാസ്ത്രജ്ഞനാണ് ആര്, ഗ്രിഗർ ജോഹാൻ മെൻഡൽ എന്ന് പറയുന്നത്. 1822 മുതൽ 1884 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ഹി ബോൺ ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ ദ ചെക്ക് റിപ്പബ്ലിക്. അദ്ദേഹം ഒരു ചെറിയൊരു വില്ലേജിലായിരുന്നു അദ്ദേഹം ജനിച്ചു വളർന്നത്. ഹി ജോയിൻഡ് ദ ഓഗസ്റ്റീനിയൻ മൊണാസ്ട്രി അറ്റ് ബ്രെനോ ആൻഡ് ബിക്കേം എ പ്രീസ്റ്റ്. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. ഓക്കെ, അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. കൂടാണ്ട് അദ്ദേഹം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് സ്റ്റഡിയിങ് ഫിസിക്സ്, മാത്സ് ആൻഡ് നാച്ചുറൽ സയൻസ്. അദ്ദേഹം പ്രധാനമായും ഗണിതശാസ്ത്രം, അതേപോലെ ഭൗതിക ശാസ്ത്രം, കൂടാണ്ട് നാച്ചുറൽ സയൻസ്, പ്രകൃതിയെ പറ്റിയുള്ള പഠനം, ഇതിലായിരുന്നു അദ്ദേഹം പ്രധാനമായും ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നീട് ബിറ്റ്വീൻ 1856 ആൻഡ് 1863 ഹി കണ്ടക്ടഡ് റിഗറസ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ഓൺ പീ പ്ലാന്റ്സ് ഇൻ ദ മൊണാസ്ട്രി ഗാർഡൻ. അദ്ദേഹത്തിന്റെ
പള്ളിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പൂന്തോട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നടത്തി. പയറ് ചെടികളിൽ അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നടത്തി. അങ്ങനെ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇത്രയും വലിയ ജനിതക ശാസ്ത്രം എന്ന വലിയൊരു ശാസ്ത്ര വിഭാഗത്തിന്റെ തുടക്കം. Okay, so his groundbreaking conclusions are now known as the laws of inheritance. അന്ന് അദ്ദേഹം നടത്തിയ ആ പഠനത്തിനെയാണ് ഇന്ന് നമ്മൾ laws of inheritance എന്ന് പറയുന്നത്. laying the foundation for modern genetics. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ജെനറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആധുനിക ജെനറ്റിക്സ് ഇന്ന് നിലനിൽക്കാൻ കാരണം അന്ന് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത, അദ്ദേഹം നടത്തിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ആയിരുന്നു. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിന്റെ ചിത്രം. ഈ ചിത്രം കണ്ട ഓർക്കുക, ഇതാരാ? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ്. എപ്പോഴൊക്കെ നമ്മൾ ജെനറ്റിക്സിനെ പറ്റി സംസാരിക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആണ് ആര്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇനി അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ് എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. മെൻഡൽസ് എക്സ്പെരിമെന്റ്. ഓക്കെ, സോ മെൻഡൽ ചൂസ് ദ പീ പ്ലാന്റ്. ഓക്കെ, പീ പ്ലാന്റ് നമ്മൾ പയറ് ചെടി, നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന പയറ് ചെടി. ആ പയറ് ചെടിയുടെ സയന്റിഫിക് നെയിം ആണ് പിസം സറ്റൈവം എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഹാഡ് ഡിസ്റ്റിങ്ക്ട് ഈസിലി ഒബ്സർവബിൾ ട്രേറ്റ്സ് ആൻഡ് റീപ്രൊഡ്യൂസ് ക്വിക്ലി. എന്തുകൊണ്ടാണ് പയറ് ചെടി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള ട്രേറ്റ് ആയിരുന്നു. അതിന് നമുക്ക് കാണുമ്പോൾ തന്നെ, മോർഫോളജിക്കലി നമുക്ക് കാണുമ്പോൾ തന്നെയുള്ള ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരുപാട് ട്രേറ്റുകൾ ഉണ്ട്. ഓക്കെ, കൂടാണ്ട് ഇതേപോലെ തന്നെ അത് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പയറുചെടി പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യും. കൂടാണ്ട് he focused on 7 specific characters such as flower color, seed shape and plant height. അദ്ദേഹം 7ഓളം ക്യാരക്ടേഴ്സിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്? ഫോക്കസ് ചെയ്തത്. മെയിൻ ആയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഫ്ലവറിന്റെ കളറാണ്, പൂക്കളുടെ നിറം. ഓക്കെ, കൂടാണ്ട് സീഡ് ഷേപ്പ്. ഓക്കെ, വിത്തുകളുടെ ആകൃതി എങ്ങനെയാണ്? ഓക്കെ, ഉരുണ്ട വിത്താണോ, റൗണ്ട് ആയിട്ടുള്ള വിത്താണോ, അതല്ല ചുളുങ്ങിയ റിങ്കിൾഡ് ആയിട്ട് വിത്താണോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം എന്താ പറയാ അദ്ദേഹം എക്സ്പെരിമെന്റിൽ ശ്രദ്ധിച്ചത്. കൂടാണ്ട് പ്ലാന്റ് ഹൈറ്റ്, ചെടിയുടെ ഉയരം, ഹൈറ്റ് ഉള്ള ചെടിയാണോ അതോ ഡോർഫ് ആയിട്ടുള്ള കുള്ളൻ ചെടിയാണോ എന്നുള്ളതായിരുന്നു പിന്നീട് അദ്ദേഹം നോക്കിയ കാര്യം. ഓക്കെ, സോ അദ്ദേഹം ആദ്യം നടത്തിയ എക്സ്പെരിമെന്റ് ആണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഓക്കെ, മോണോ ഹൈബ്രിഡ് ക്രോസ്. ആ പേര് തന്നെ ഉണ്ട്. എന്താ മോണോ ഹൈബ്രിഡ് എന്ന് പറയുന്ന സമയത്ത് ഒരു സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് മാത്രമേ അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, മെൻഡൽ ഇനിഷ്യലി കണ്ടക്ടഡ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് കൺസിഡറിങ് ഓൺലി എ സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് അറ്റ് എ ടൈം. ഒരു സമയം ഒരു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റിന് മാത്രം, ഒരു സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റിന് മാത്രം അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തതിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അന്ന് ആദ്യമായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്ത ആ ഒരു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചെടിയുടെ നീളം എന്ന് പറയുന്നത്. അപ്പൊ നീളം കൂടിയ ചെടികളുണ്ട്, നീളം കുറഞ്ഞ ചെടികളുണ്ട്. അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ കാണാം ടോൾ ആൻഡ് ഡോർഫ് പ്ലാന്റ്സ്. നീളം കൂടിയ ചെടിയാണോ അതുപോലെ നീളം കുറഞ്ഞ ചെടിയാണോ എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ ഒബ്സർവ് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ അദ്ദേഹം ഈ മോണോ ഹൈബ്രിഡ് ക്രോസിലേക്ക് കൂടി അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദ 3:1 ഫീനോടൈപ്പിക് റേഷ്യോ. എന്താണ് ഫീനോടൈപ്പ് എന്നുള്ളത് നമുക്ക് മുമ്പോട്ട് പറയാം. സോ അന്ന് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വെൻ മെൻഡൽ ക്രോസ്ഡ് tall and dwarf plants, the first generation F1 were all tall and the dwarf trait seemed to disappeared. Okay, ഇതിൽ എന്ത് പറയുന്നത് എന്താ വെച്ചാല് അദ്ദേഹം ആദ്യം തന്നെ എന്ത് ചെയ്തു? ഇവിടെ കാണാം, ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു പാരന്റ് പ്ലാന്റ്സ്. ഓക്കെ, പാരന്റ് പ്ലാന്റ്സിനെ അദ്ദേഹം എന്ത് ചെയ്തു? അത് ക്രോസ് ചെയ്യിച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ പാരന്റ് പ്ലാന്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, ഇതാണ് പാരന്റ് പ്ലാന്റ്സ്. ഓക്കെ, പാരന്റ് പ്ലാന്റ്സ് അങ്ങനെയുള്ള ടോൾ ആയിട്ടുള്ളതും ഷോർട്ട് ആയിട്ടുള്ളതുമായിട്ടുള്ള പാരന്റ് പ്ലാന്റ്സിനെ ഇവർ എന്ത് ചെയ്തു? ക്രോസ് ചെയ്യിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് F1 ജനറേഷൻ കിട്ടി. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ കിട്ടി. ആ ഫസ്റ്റ് ജനറേഷനിൽ അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ ചെടികളും എന്തായിരുന്നു? മൊത്തം നീളം കൂടിയവയായിരുന്നു, ഓൾ ടോൾ ആയിരുന്നു. ഓക്കെ, എല്ലാവരും ടോൾ ആയിട്ടുള്ള ചെടികളായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഈ F1 ജനറേഷനിൽ കിട്ടിയ ചെടികളെ അദ്ദേഹം സെൽഫ് ഫെർട്ടിലൈസ് ചെയ്തു. ഓക്കെ, സെൽഫ് പോളിനേഷൻ ചെയ്യിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് F2 ജനറേഷൻ കിട്ടി. ഓക്കെ, രണ്ടാമത്തെ ജനറേഷൻ കിട്ടി. ആ രണ്ടാമത്തെ ജനറേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ 3 ടോളും ഒരു ഡോർഫ് ചെടിയായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. ഓക്കെ, പറഞ്ഞത് സിമ്പിൾ ആണ്. അതായത് അദ്ദേഹം ആദ്യം ഒരു പയറ് ചെടി എടുത്തു. ഓക്കെ, 2 പയറ് ചെടികൾ എടുത്തു, പാരന്റ് പ്ലാന്റ്സിനെ എടുത്തു. അത് ഒന്ന് ടോളും ഒന്ന് ഡോർഫ് ആയിരുന്നു. ഓക്കെ, ഒന്ന് നീളം കൂടിയ ചെടിയും ഒന്ന് കുള്ളൻ ചെടിയായിരുന്നു. ഇവരെ പരസ്പരം ക്രോസ് ചെയ്യിക്കുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം തന്നെ കിട്ടിയ F1 ജനറേഷനിൽ മൊത്തം പയറ് ചെടികളും നീളം കൂടിയവയായിരുന്നു.
ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ടാമത്തെ ഇതേ പയറുചെടികളാ, അതായത് ഈ ടോൾ ആയിട്ടുള്ള എല്ലാ പയറുചെടികളെയും സ്വയം സെൽഫ് ഫെർട്ടിലൈസ് ചെയ്തു, അതായത് സെൽഫ് പോളിനേഷൻ ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയത് എന്താ? 3 ടോളും 1 ഷോർട്ടും ആയിട്ടുള്ള ചെടിയാണ്. ഓക്കെ, 1 ഷോർട്ടും 3 ടോളും, അതായത് 3 നീളം കൂടിയ ചെടികളും 1 കുള്ളൻ ചെടിയാണ് അദ്ദേഹത്തിന് F2 ജനറേഷനിൽ കിട്ടിയത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഹൗഎവർ സെൽഫ് പോളിനേറ്റിംഗ് ദ F1 plants produced a second generation F2 where the dwarf traits reappeared. ആദ്യത്തെ ജനറേഷനിൽ F1 ജനറേഷനിൽ എന്തായിരുന്നു? നമുക്ക് ആ ഡോർഫ് ചെടി കാണാനില്ല. ഓക്കെ, ഡോർഫ് ചെടി അവിടെ കാണാനില്ല. F1 നമുക്ക് മൊത്തം കിട്ടിയ എന്താ? എല്ലാം നീളം കൂടിയ ചെടികളായിരുന്നു. പക്ഷെ F2ലേക്ക് വരുന്ന സമയത്ത് അവിടെ വീണ്ടും ആ കുള്ളൻ ചെടി എന്ത് ചെയ്തു? റീഅപ്പിയർ ചെയ്തു, വീണ്ടും കാണപ്പെട്ടു. അതാണ് ഇവിടെ പറയുന്നത്. ഔട്ട് ഓഫ് 1064 പ്ലാന്റ്സ്, 1064 പ്ലാന്റ്സില് 787 ഓക്കെ, 787 വേർ ടോള്, 787 നീളം കൂടിയ ചെടികളായിരുന്നു, 277 നീളം കുറഞ്ഞ ഉള്ളൻ ചെടികളായിരുന്നു. ഈൽഡിങ് ആൻഡ് അപ്രോക്സിമേറ്റ് 3:1 റേഷ്യോ. അങ്ങനെ അവര് തമ്മിലുള്ള റേഷ്യോ അനുപാതമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താ? 3:1 റേഷ്യോ. ഓക്കെ, 3:1 റേഷ്യോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മൊത്തം ചെടികളിലുള്ളത് എത്ര നീളം കൂടിയവ എത്ര നീളം കുറഞ്ഞവ തമ്മിലുള്ള അനുപാതമാണ് പറയുന്നത്. ഓക്കെ, 3:1 റേഷ്യോ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത് നമ്മൾ എന്താണ് ജീൻസ്, അതേപോലെ എന്താണ് അല്ലീൽസ്, എന്താണ് ട്രെയ്റ്റ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ജീൻസ് എന്താണ്, അല്ലീൽസ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഓക്കെ, ജീൻസ് എന്താണ്, അല്ലീൽസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ജീൻ എന്താണ്, അതേപോലെ അല്ലീൽസ് എന്താണെന്ന് നോക്കാം. സോ ജീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയ്റ്റ്സ് ദാറ്റ് ആർ പാസ്ഡ് ഓൺ ബൈ ഫാക്ടേഴ്സ് ഇൻ ക്രോമസോം. നമുക്കറിയാം, നമ്മുടെ ബോഡി, നമ്മൾ ആദ്യം പറഞ്ഞു ക്രോമസോം ഉണ്ട്, നമ്മുടെ DNA അകത്ത്, ക്രോമസോമിനകത്താണ് നമ്മുടെ DNA ഉള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ക്രോമസോമിലെ കൂടി പോകുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറഞ്ഞ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രെയ്റ്റ്സ് ആർ പാസ്ഡ് ഓൺ ബൈ ഫാക്ടേഴ്സ് ഇൻ ക്രോമസോം. അത്തരത്തിലുള്ള ട്രെയ്റ്റുകളെയാണ് നമ്മൾ ജീൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡിഫറെന്റ് ഫോംസ് ഓഫ് ദ സെയിം ജീൻ ആർ കോൾഡ്, സെയിം ജീൻസ് ആർ കോൾഡ് അല്ലീൽസ്. ഓക്കെ, ഒരേ ജീനിന്റെ തന്നെ ഡിഫറെന്റ് ഫോംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അല്ലീൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, ടി. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്നത് അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താ? ടോൾ ആണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്ന സമയത്ത് ഈ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്നത് ടോളിനെയാണ്. ഓക്കെ, ടോള് നീളം കൂടിയ ചെടിനെയാണ് ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ ടിയോ? സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് ഡോർഫിനെയാണ്. ഓക്കെ, കുള്ളൻ ചെടിനെയാണ് സ്മോൾ ലെറ്റർ ടി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരേ ജീനിന്റെ തന്നെ വ്യത്യസ്തമാർന്ന എന്ത് അല്ലീല്. ഓക്കെ, അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അത് ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ടി ആണ് ഡിനോട്ട് ചെയ്യുന്നത്, അർത്ഥം എന്താ? ടോളാണ് ചെടി. സ്മോൾ ലെറ്റർ ടി ആണെങ്കിൽ അത് ഡോർഫാണ്. അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ വരുന്ന ക്യാരക്ടർ ആണ് ഫീനോടൈപ്പ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഫീനോടൈപ്പിക് റേഷ്യോ 3:1 റേഷ്യോ എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം എന്താണ് ഫീനോടൈപ്പ്? ഓക്കെ, ദ ഒബ്സർവബിൾ ഫിസിക്കൽ എക്സ്പ്രഷൻ ഓഫ് എ ട്രേറ്റ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിനകത്ത്, ഒരു ജീവജാലങ്ങൾക്ക് അകത്ത് നമുക്ക് ഒബ്സർവബിൾ ആയിട്ട് നമുക്ക് കാണപ്പെടുന്ന, നമുക്ക് ബാഹ്യപരമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കാണപ്പെടുന്ന ഫീച്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീനോടൈപ്പ് എന്ന് പറയുന്നത്, മോർഫോളജി എന്ന് പറയും. ഓക്കെ, നമുക്ക് പുറം ഭാഗത്ത്, ഇപ്പൊ എന്റെ ഫേസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പൊ ഈ മുഖത്ത് കാണുന്ന കണ്ണ്, മൂക്ക്, വായൽ എന്താ? ഇതെല്ലാം മോർഫോളജിക്കലി ആണ്, നമുക്ക് കാണാൻ പറ്റുന്നതാണ്, ബാഹ്യപരമായിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ബീങ് ടോൾ, ഡോർഫ്, ഹാവിംഗ് റൗണ്ട് സീഡ്സ് ഓർ റിംഗിൾഡ് സീഡ്സ്. നമ്മൾ ചെടികളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പറയാം, ഒരു ചെടീനെ കണ്ടറിയാം നീളം കൂടിയ ചെടിയാണോ, നീളം കുറഞ്ഞ ചെടിയാണോ, അല്ലെങ്കിൽ അതിന്റെ വിത്തുകളെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം അത് ഉരുണ്ട വിത്തുള്ളതാണോ അല്ല ചുളുങ്ങിയ വിത്തുള്ളതാണോ എന്നൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തതാണ് ജീനോടൈപ്പ്. ഓക്കെ, ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാലോ ദ ഇന്റേണൽ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫീനോടൈപ്പ്. നമ്മളെ ബാഹ്യരൂപം എങ്ങനെ ഇരിക്കണം, നമ്മളെ മോർഫോളജി എങ്ങനെ ഇരിക്കണം എന്നത് നിർണ്ണയിക്കുന്ന ആളാണ് ആര്? ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ കാണുമ്പോൾ നമ്മളെ കണ്ണ് എങ്ങനെ ഇരിക്കണം, നമ്മളെ മൂക്ക് എങ്ങനെ ഇരിക്കണം, നമ്മളെ ചെവി എങ്ങനെ ഇരിക്കണം, അങ്ങനെ നമ്മളെ ബാഹ്യപരമായിട്ടുള്ള ഓരോ ഘടകങ്ങളും, നമ്മുടെ ബോഡി എങ്ങനെ ഇരിക്കണം, നമ്മൾ കാണുമ്പോൾ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഓരോന്നും നിർണ്ണയിക്കുന്ന ഇന്റേണൽ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെയാണ് എന്ത് വിളിക്കുന്നത്? ജീനോടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് മനുഷ്യന്മാരിൽ മാത്രമല്ല, നമ്മളിപ്പോ പറയുന്ന സസ്യങ്ങളെ വെച്ചിട്ടാണ്, ഇത് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഇത് ബാധകമാണ്. Okay, it represents the combination of alleles such as capital letter T and T, അല്ലെങ്കിൽ capital letter T and small t, or small letter T, small letter t. That means tall അല്ലെങ്കിൽ dwarf. Okay, ഒരു ചെടി ടോൾ ആയിരിക്കണമോ ഒരു ചെടി ഡോർഫ് ആയിരിക്കണമോ എന്ന് നിർണ്ണയിക്കുന്നത് ആരാ? ഈ പറഞ്ഞ ജീനോടൈപ്പ് ആണ്. ഓക്കെ, ആ ഫീനോടൈപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് നിർണ്ണയിക്കുന്നത് ജീനോടൈപ്പ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ,
ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി മോണോ ഹൈബ്രിഡ് ക്രോസ് എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. എന്താണ് ഡൈ ഹൈബ്രിഡ് എന്നുള്ളത് നോക്കാം. Mendel also observed the inheritance of two pairs of contrasting traits simultaneously, and this is called a dihybrid cross. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാല് മെന്റൽ ആദ്യം എന്താ ചെയ്തത്? മോണോഹൈബ്രിഡ് ക്രോസിന്റെ കേസിൽ അദ്ദേഹം ഒരു ക്യാരക്ടറിന്ന് ഒബ്സർവ് ചെയ്തത്. ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ട് ക്യാരക്ടേഴ്സ് ഒബ്സർവ് ചെയ്തു. ഓക്കെ, രണ്ട് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സ് നോക്കുന്നതിനെയാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഒരേ സമയം രണ്ട് ക്യാരക്ടേഴ്സിനെ അദ്ദേഹം നിരീക്ഷിച്ചു. അങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് ആ ഒരു തിയറിനെ വിളിച്ച പേരാണ് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ he crossed plants that produced tall and round seeds TTRR with those of producing dwarf and wrinkled seeds small t and small r. അതായത് ഇദ്ദേഹം ചെയ്തത് വേറൊന്നുമല്ല, നല്ല ഹൈറ്റ് കൂടിയതും നല്ല റൗണ്ട് സീഡ് ഉള്ളതുമായിട്ടുള്ള ചെടികളാ ഹൈറ്റ് കുറഞ്ഞതും അതേപോലെ ചുളുങ്ങിയ വിത്തുള്ളതുമായിട്ടുള്ള ചെടിയോട് ക്രോസ് ചെയ്യിച്ചു. ഓക്കെ, എന്താ ചെയ്തത്? ഹൈറ്റ് കൂടിയതും അതേപോലെ റൗണ്ട് ആയിട്ടുള്ള സീഡ് ഉള്ളതുമായിട്ടുള്ള ചെടീന ഹൈറ്റ് കുറഞ്ഞതും അതുപോലെ തന്നെ വിത്ത് ചുളുങ്ങിയതുമായ ഒരു ചെടിയോട് ക്രോസ് ചെയ്യിച്ചു. പല ചെടികൾ പരസ്പരം ക്രോസ് ചെയ്യിച്ചു. അപ്പോ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് ആണ് ഡൈഹൈബ്രിഡ് ക്രോസിന്റെ പോസ്റ്റുലേറ്റ് ആയിട്ട് വരുന്നത്, ഡൈഹൈബ്രിഡ് ക്രോസിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ദീസ് എക്സ്പെരിമെന്റ് പ്രൂവ്ഡ് ദാറ്റ് വെൻ ട്രേറ്റ്സ് കമ്പൈൻ ഈച്ച് is inherited independently of the other to the next generation without mixing. ഈ എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്തെന്താ വെച്ചാല് ഇവിടെ യാതൊരുവിധ മിക്സിംഗ് നടക്കാണ്ട് ഇൻഡിപെൻഡന്റ്ലി എന്ത് ചെയ്യും? ഒരു ക്യാരക്ടർ ഇൻഹെറിറ്റ് ചെയ്ത് അത് അടുത്ത തലമുറയിലേക്ക് പോവും. അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. ഓക്കെ, എന്തൊക്കെയാ ഉള്ളത്? നമ്മള് വിത്തിന്റെ സീഡ് ഷേപ്പ് ആണ് പറയുന്നതെങ്കിൽ നമുക്കിടാ റൗണ്ട് ആയിട്ടുള്ള സീഡും ഉണ്ട്, അതേപോലെ തന്നെ റിങ്കിൾഡ് ആയിട്ടുള്ള സീഡും ഉണ്ട്. ഓക്കെ, നമ്മൾ വിത്തിന്റെ ഷേപ്പിനെ പറ്റി ആകൃതിനെ പറ്റി പറയുമ്പോൾ റൗണ്ട് ആയിട്ടുള്ള സീഡ്സും ഉണ്ട്, റിങ്കിൾഡ് ആയിട്ടുള്ള സീഡ്സും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സീഡിന്റെ കളറാണ് പറയുന്നതെങ്കിൽ, വിത്തിന്റെ നിറമാണ് പറയുന്നതെങ്കിൽ യെല്ലോ കളർ ഉണ്ട്, ഗ്രീൻ കളർ ഉണ്ട്. ഓക്കെ, അതല്ല ഫ്ലവറിന്റെ കളറാണ് പറയുന്നതെങ്കിൽ പർപ്പിൾ കളർ ഫ്ലവർ ഉണ്ട്, വൈറ്റ് കളർ ഫ്ലവറും ഉണ്ട്. അതല്ല ഇനി പോഡ് ഷേപ്പ് ആണ് പറയുന്നതെങ്കിലോ അവിടെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി വീർത്തിരിക്കുന്ന പോഡ്സും ഉണ്ട്. അതല്ല കൺസ്ട്രക്റ്റഡ് ആയിട്ട് കുറച്ചും കൂടി ചുളുങ്ങിയ ടൈപ്പുള്ള പോഡ്സും ഉണ്ട്. ഓക്കെ, അതല്ല ഇനി നമുക്ക് പോഡിന്റെ കളർ വേണമെങ്കിൽ പറയാം. അപ്പൊ നമുക്ക് കിട്ടുന്ന യെല്ലോ കളർ ഉള്ളതുണ്ട്, അതല്ല ഗ്രീൻ കളർ ഉള്ളതുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താ? ഓരോ ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, പിന്നീട് നമുക്ക് ഫ്ലവറിന്റെ പൊസിഷൻ പറയാം. ഒന്നെങ്കിൽ ആക്സിയലിലായിരിക്കും, അതല്ലെങ്കിലോ ടെർമിനലിലായിട്ട് കാണപ്പെടാം. ഓക്കെ, ഒന്നെങ്കിൽ പൂക്കൾ ഇങ്ങനെ ആക്സിയൽ ഭാഗത്തായിട്ട് നമുക്ക് കാണപ്പെടാം, അതല്ലെങ്കിൽ ടെർമിനൽ അതിന്റെ അറ്റത്തായിട്ടും കാണപ്പെടാൻ പറ്റും. പിന്നീട് സ്റ്റെമ്മിന്റെ ഹൈറ്റും പറയാം. ഓക്കെ, തണ്ടിന് എത്രമാത്രം നീളമുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം നീളം കുറവാണെന്നുള്ളത്, സ്റ്റെം ഹൈറ്റ് ടോൾ ആണോ ഡോർഫ് ആണോ എന്നുള്ളത്, അതും നമുക്ക് ഈ പറഞ്ഞ ഡൈഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഡൈഹൈബ്രിഡ് ക്രോസിന്റെ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ആ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയതെന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ആദ്യം മോണോഹൈബ്രിഡിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്താ പാരന്റൽ പ്ലാന്റ്സ് എടുത്തു. ഓക്കെ, രണ്ട് പ്ലാന്റ്സ് എടുത്തു. ഇവിടെ എടുത്ത പ്ലാന്റ്സിന്റെ പ്രത്യേകത നോക്കാം. മോണോഹൈബ്രിഡില് ഒരൊറ്റ ക്യാരക്ടർ മാത്രമേ ഉണ്ടായിരുന്നു, ഒരൊറ്റ പെയർ ഓഫ് ക്യാരക്ടർ മാത്രമേ ഒബ്സർവ് ചെയ്തിട്ടു. ഇവിടെ ആണെങ്കിലോ ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ടോൾ അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ക്യാരക്ടറും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഡോർഫ് അല്ലെങ്കിൽ റിങ്കിൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ, രണ്ട് ക്യാരക്ടറും ഒരുമിച്ച ചെടികളാണ് എടുക്കുന്നത്. ഓക്കെ, സോ അദ്ദേഹം ആദ്യം തന്നെ പാരന്റൽ പ്ലാന്റ്സിൽ അദ്ദേഹം ടോൾ ആയിട്ടുള്ള റൗണ്ട് സീഡുള്ള ചെടീനോട് ഡോർഫ് ആയിട്ടുള്ള റിങ്കിൾഡ് സീഡുള്ള ചെടിയോട് പരസ്പരം ക്രോസ് ചെയ്യിച്ചു. എന്താ ചെയ്തത്? നല്ല നീളം കൂടിയ ഉരുണ്ട വിത്തുള്ള ചെടിയോട് നീളം കുറഞ്ഞ ചുളുങ്ങിയ വിത്തുള്ള ചെടിയോട് പരസ്പരം ക്രോസ് ചെയ്യിച്ചു. ഓക്കെ, അവരെ പോളിനേഷൻ ചെയ്യിച്ചു. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് ആണ് എന്തെന്ന്? ടോളും അതേപോലെ തന്നെ റൗണ്ടും. ഓക്കെ, ടോളും അതുപോലെ റൗണ്ടുമായിട്ടുള്ള ചെടിനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ടോളായിട്ടുള്ള നീളം കൂടിയ റൗണ്ട്, അതായത് ഉരുണ്ട വിത്തുള്ള ചെടികളെയാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് ജനറേഷൻ F1 ജനറേഷനിൽ അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആ F1 ജനറേഷൻ എടുത്തിട്ട് എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ ചെയ്യിച്ചു. ഓക്കെ, F1 ജനറേഷൻ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഓക്കെ, ഇവരെ പരസ്പരം സെൽഫ് പോളിനേഷൻ ചെയ്യുമ്പോൾ എന്ത് റിസൾട്ടാ കിട്ടുന്നതെന്ന് നോക്കാം. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, ടോളും
റൗണ്ടും ആയിട്ടുള്ള ചെടിയാണ് നമുക്ക് കിട്ടിയത്. എന്താ നീളം കൂടിയതും ഉരുണ്ട വിത്തുള്ള ചെടീനെയാണ് കിട്ടിയത് F1 ജനറേഷനിൽ. ഇവരെ അതേ ഇതിനോട് എന്ത് ചെയ്തു, ക്രോസ് ചെയ്യിച്ചു. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒരു ടോളായിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ചെടിയോട് അതേ ടോളായിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ചെടിയോട് എന്ത് ചെയ്തു, ക്രോസ് ചെയ്യിച്ചു. റൗണ്ട് ആയിട്ടുള്ള ചെടി എന്ന് വെച്ചാൽ വിത്താണ് കേട്ടോ, റൗണ്ട് സീഡ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ടോൾ എന്ന് പറഞ്ഞാൽ നീളമുള്ള ചെടി എന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ ഇവരെ പരസ്പരം ക്രോസ് ചെയ്യിച്ചു. അപ്പൊ ഇവർക്കുള്ള ഗ്യാമീറ്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒന്ന് ടോൾ ആൻഡ് റൗണ്ട് ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് ഉണ്ട്, അതേപോലെ സെയിം ഓക്കെ അത്തരത്തിലുള്ള ടോൾ ആൻഡ് റിങ്കിൾഡ് ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് ഉണ്ട്. അങ്ങനെ ഓരോ ഗ്യാമീറ്റ്സ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവരെ പരസ്പരം ക്രോസ് ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നിവിടെ ഓൾറെഡി ഈ ബോക്സിൽ ഫിൽ ആയിട്ടുണ്ട്. എന്താ, ടോൾ ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ചെടിനെയാണ് ആദ്യത്തെ ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ അദ്ദേഹത്തിന് ആദ്യം കിട്ടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ബോക്സ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടി ഉണ്ട്, ഇവിടെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്, താഴെ ഒരു ക്യാപിറ്റൽ ലെറ്റർ ടി ഉണ്ട്. അപ്പൊ അത് രണ്ടും ചേരുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, ടോൾ ആൻഡ് വീണ്ടും റൗണ്ട്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ R ആണ് ഫസ്റ്റ്, അതുകൊണ്ട് ചെടി എന്തായിരിക്കും, റൗണ്ട് സീഡ് ഉള്ളതായിരിക്കും. ടോൾ ആൻഡ് റൗണ്ട് സീഡ് ഉള്ളതായിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ബോക്സ് നമുക്ക് നോക്കാം. അവിടെ അതെ ഓക്കെ ടോൾ ആയിട്ടുള്ള ചെടിയും ഡോർഫ് ആയിട്ടുള്ള ചെടിയും. അപ്പൊ എന്ത് ചെയ്തു, ടോൾ ആയിട്ടുള്ള ചെടി അവിടെ എക്സ്പ്രസീവ് ആയി. റൗണ്ട് രണ്ട് വിത്ത് എന്താ, റൗണ്ട് സീഡ്സ് ആണ്. അപ്പൊ നമുക്ക് രണ്ടും ക്യാപിറ്റൽ ലെറ്റർ R ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ചെടി എങ്ങനെയാ, ഹൈറ്റ് കൂടിയ റൗണ്ട് സീഡോട് കൂടിയ ചെടിയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നാലാമത്തേക്ക് പോവാം. ആ ബോക്സിലോ നമ്മള് ടോൾ ആയിട്ടുള്ളതും ഡോർഫ് ആയിട്ടുള്ള ചെടിയാണ്, അങ്ങനെയുള്ള ഗ്യാമേറ്റ് ആണ് ഉള്ളത്. അപ്പൊ ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ T ഫസ്റ്റ് വരും, സ്മോൾ ലെറ്റർ T സെക്കൻഡ് വരും. ഓക്കെ, സ്മോൾ ലെറ്റർ T സെക്കൻഡ് വരും. പിന്നീട് ക്യാപിറ്റൽ ലെറ്റർ R ആണ് ഫസ്റ്റ് വരുന്നത്, സ്മോൾ ലെറ്റർ R ആണ് സെക്കൻഡ് വരുന്നത്. അപ്പൊ ഇവിടെ കിട്ടിയ ജനറേഷനിൽ എന്താ, ടോൾ ആയതും റൗണ്ട് ആയിട്ടുള്ളതായിട്ടുള്ള സീഡോട് കൂടിയ ചെടിയാണ് കിട്ടിയത്. ഓക്കെ, F2 ജനറേഷനിൽ അടുത്ത ബോക്സ് നമുക്ക് നോക്കാം. അവിടെ അതെ ഓക്കെ ഇതെങ്ങനെയാ ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോ എങ്ങനെയാ ക്രോസ് ചെയ്തത്, അതായത് ഇതും 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 ഓക്കെ ഇങ്ങനെ ഓരോന്നിനെയും പരസ്പരം എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ. നമ്മുടെ മാത്സിൽ മൾട്ടിപ്ലൈ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇത് ഇവർ പരസ്പരം ക്രോസ് ചെയ്യിക്കും. അപ്പൊ ഏറ്റവും ക്യാപിറ്റൽ ലെറ്റർ ആണ് ആ അല്ലിയിലുള്ളതെങ്കിൽ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തേണ്ടത്. അതായിരിക്കും ഡോമിനന്റ് ആയിട്ട് കാണപ്പെടുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ അടുത്ത ബോക്സ് നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. ഇവിടെ അതെ രണ്ടും ക്യാപിറ്റൽ ലെറ്റർ T ആണ്. ഓക്കെ, അതുകൊണ്ട് ടോൾ ചെടിയാണ്, അതേപോലെ റൗണ്ട് സീഡോട് കൂടിയതാണ്. കാരണം ക്യാപിറ്റൽ ലെറ്റർ R ഫസ്റ്റ് വന്നു. അപ്പോ ആ ചെടി എന്ന് പറയുന്നത് റൗണ്ട് സീഡോട് കൂടിയതാണ്. രണ്ടാമത്തെ എടുത്ത് നോക്കിയാലോ, അതും അതെ ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ R ആൻഡ് സ്മോൾ R. ആ സമയത്ത് ടോൾ ചെടിയാണ്, പക്ഷെ വിത്ത് എന്ന് പറയുന്നത് റിങ്കിൾഡ് ആണ്. സ്മോൾ ലെറ്റർ R ആണ് ഫസ്റ്റ് വന്നത്, രണ്ട് സ്മോൾ ലെറ്റർ ആണ്. അതുകൊണ്ട് സ്മോൾ ലെറ്റർ R ഫസ്റ്റ് വരുന്ന സമയത്ത് തന്നെ എന്താ, സീഡ് എന്ന് പറയുന്നത് റിങ്കിൾഡ് ആണ്, ചുളുങ്ങിയ വിത്തോട് കൂടിയതാണ്. ഓക്കെ, അടുത്ത ജനറേഷൻ എടുത്ത് നോക്കാം. അവിടെ അതെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ T ഉണ്ട്, സ്മോൾ ലെറ്റർ T ഉണ്ട്. വിത്തിലും അതെ ക്യാപിറ്റൽ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ ആറും. അപ്പോ ചെടി എങ്ങനെയാ, ടോളും ആണ് റൗണ്ട് സീഡും ആണ്. ഓക്കെ, പിന്നീട് അടുത്ത ജനറേഷൻ നോക്കുമ്പോഴോ അവിടെ അതെ ജനറേഷൻ സെയിം ജനറേഷനിൽ കിട്ടുന്ന ചെടികളാട്ടോ ഇത്. F2 സെയിം ജനറേഷനിൽ കിട്ടുന്ന ചെടികളാണ് ഞാനിവിടെ ലേബൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ അതെ ക്യാപിറ്റൽ ലെറ്റർ ടിയും അതേപോലെ പിന്നീട് വരുന്നത് സ്മോൾ ലെറ്റർ ടി ആണ്, അതേപോലെ സ്മോൾ ലെറ്റർ ആറും. ടോളാണ് ചെടി, പക്ഷെ എന്താ വിത്ത് റിങ്കിൾഡ് ആണ്. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോവാം. ഇവിടെ അതെ ക്യാപിറ്റൽ ലെറ്റർ T ആണ്, അതേപോലെ സ്മോൾ ലെറ്റർ T ഉണ്ട്, പിന്നീട് ക്യാപിറ്റൽ ലെറ്റർ R. അപ്പൊ ചെടി എങ്ങനെയാ, ടോളാണ് റൗണ്ട് ആണ്. ഓക്കെ, അടുത്തതും ഇതുപോലെ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്തു, നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, നിങ്ങൾ തന്നെ എഴുതാൻ നോക്കുക. എന്നാൽ മാത്രമേ എക്സാമിന് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ വീഡിയോ കണ്ട് അതിനോടൊപ്പം വരരുത്. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഓരോന്നും നിങ്ങൾ തന്നെ ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഏതെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ വീഡിയോ വീണ്ടും എന്ത് ചെയ്യുക, റെസ്യൂം ചെയ്തിട്ട് ഒന്നും കൂടി കണ്ടു നോക്കുക. വീണ്ടും നിങ്ങൾ ചെയ്തതിനു ശേഷം ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് കിട്ടി, ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ലെറ്റർ ടിയും. ഓക്കെ, ഞാൻ എഴുതുമ്പോൾ അതിന്റെ ലെറ്റേഴ്സിന് പ്രശ്നമുണ്ട്, അത് നിങ്ങളെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്നും കൂടി ഞാൻ എഴുതാം. ക്യാപിറ്റൽ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ R, സ്മോൾ ലെറ്റർ R. ചെടി എങ്ങനെയാ, ടോളാണ് റൗണ്ട് ആണ്. ഓക്കെ, അടുത്ത ജനറേഷൻ നോക്കുക. ഇവിടെ എന്താ, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ രണ്ട് നിങ്ങൾ മുകളിൽ ഇത് പരസ്പരം ക്രോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, ഇത് പരസ്പരം ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. ഒരു മിനിറ്റ്, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുമാണ് നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ രണ്ടും എന്താ, സ്മോൾ ലെറ്റർ T ആണ്. എന്ന് വെച്ചാൽ ആ ചെടി എന്താ, ഉള്ളൻ ചെടിയാണ്. ഓക്കെ, ഡോർഫ് ആയിട്ടുള്ള ചെടിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും സ്മോൾ ലെറ്റർ T ആണ്. കൂടാണ്ട് വിത്തോ സീഡ് എന്ന് പറയുന്നതോ രണ്ടും R ആണ്, ക്യാപിറ്റൽ ലെറ്റർ R ആണ്. അതുകൊണ്ട് തന്നെ അത് റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള വിത്താണ്. അതായത് ചെടിയുടെ പ്രത്യേകത കുള്ളൻ ചെടിയാണ്, പക്ഷെ അതിന്റെ വിത്ത് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ഉള്ളതാണ്. രണ്ടാമത്തെ അടുത്തത് നോക്കുമ്പോഴോ അവിടെ അത് രണ്ടും സ്മോൾ ലെറ്റർ T ആണ്.
ക്യാപിറ്റൽ ലെറ്റർ ആറും സ്മോൾ ലെറ്റർ ആറും. ഓക്കെ, എന്ന് വെച്ചാൽ ചെടി എന്താ ഹൈറ്റ് കുറഞ്ഞ കുള്ളൻ ചെടിയാണ്. വിത്ത് എന്ന് പറയുന്നത് റൗണ്ട് റിങ്കിൾഡ് ഷേപ്പ് അല്ല റൗണ്ട് ഷേപ്പ്ഡ് ആണ്. കാരണം ക്യാപിറ്റൽ ലെറ്റർ ആറ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നീട് അടുത്ത ലാസ്റ്റ് നമുക്ക് നോക്കാം. ലാസ്റ്റ് നമുക്ക് വീണ്ടും ക്യാപിറ്റൽ ലെറ്റർ ടി ആദ്യം വരും, സ്മോൾ ലെറ്റർ ടി സെക്കൻഡ് വരും, ക്യാപിറ്റൽ ലെറ്റർ ആറ്, സ്മോൾ ലെറ്റർ ആറ്. അപ്പൊ ചെടി എങ്ങനെയാ? ടോളാണ്, റൗണ്ട് ആണ്. ഞാൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഇത്രയും എക്സാമ്പിൾസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, വീണ്ടും ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ചെടി എങ്ങനെയാ? ടോളാണ്. ചെടിയുടെ വിത്ത് എന്ന് പറയുന്നത് റിങ്കിൾഡ് ആണ്, റിങ്കിൾ ഷേപ്പ്ഡ് ആണ്. വീണ്ടും അടുത്തത് സ്മോൾ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ആർ ആൻഡ് സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, ചെടി ഹൈറ്റ് കുറഞ്ഞ ചെടിയാണ്, ഡോർഫ് ആയിട്ടുള്ള ചെടിയാണ്. വിത്ത് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ്ഡ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഇവിടെ എന്താ? ഇവിടെ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഇത് ഡോർഫ് ആണ്. വിത്തും റിങ്കിൾഡ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മള് ഈ ഒരു ബോക്സ് നമ്മൾ ഫില്ല് ചെയ്തു. ഇങ്ങനെയാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആ എക്സ്പെരിമെന്റ് ചെയ്തപ്പോ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് ആയിട്ട് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ നിങ്ങൾ കമന്റിൽ ചോദിക്കുക, ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ഈ മെന്റലിന്റെ പോസ്റ്റുലേറ്റ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, മെന്റലിന്റെ പോസ്റ്റുലേറ്റ് എന്തെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹം ജീൻ എന്താണെന്നൊന്നും സംസാരിച്ചിട്ടില്ല. അന്ന് അദ്ദേഹം വിളിച്ചത് ഫാക്ടേഴ്സ് എന്നായിരുന്നു. ഓക്കെ, സോ എന്താണ് ഫാക്ടേഴ്സ് എന്നുള്ളത് നോക്കാം. എ സിംഗിൾ ട്രേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ദ ക്രോമസോം. ഓക്കെ, എന്താ പറയുന്നത്? എ സിംഗിൾ ട്രേറ്റ് ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ദ ക്രോമസോം. ക്രോമസോമിനകത്തിരിക്കുന്ന ഒരു പെയർ ഓഫ് ഫാക്ടേഴ്സ് ആണ് ഒരു സിംഗിൾ ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമസോമിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അതിന്റെ പേര് അദ്ദേഹത്തിന് അന്ന് അറിയില്ല. നേരം ഫാക്ടറിനെ ആയിരുന്നു വിളിച്ചിരുന്നത്. ഈ ഫാക്ടർ ആണ് ഒരു സിംഗിൾ ട്രേറ്റിന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെ നിർണ്ണയിക്കുന്നത്. ആ സംഭവമാണ് പിന്നീട് നമ്മൾ ഇന്ന് പറയുന്ന ജീൻ ആയിട്ട് മാറിയത്. ഓക്കെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ജീൻ ജെനറ്റിക്സ് എന്ന ബ്രാഞ്ചിന്റെ തുടക്കാണ്. ആ സമയത്ത് അന്നേരം അദ്ദേഹത്തിന് അറിയില്ല എന്താണ് ജീൻ എന്നുള്ളത്. അദ്ദേഹം തുടങ്ങിയതേ ഉള്ളൂ, ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, അത് ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ക്രോമസോമിനകത്തിരിക്കുന്ന ജീനാണ്, ക്രോമസോമിനകത്തിരിക്കുന്ന DNA അകത്തിരിക്കുന്ന ജീനാണ്. ഓക്കെ, രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞതാണ് ഡോമിനൻസ്. ഓക്കെ, എന്താണ് ഡോമിനൻസ്? ആ പേരിൽ തന്നെയുണ്ട്, നമ്മൾ ഡോമിനന്റ് ആവുക. ഓക്കെ, നമ്മുടെ രാജഭരണത്തിന്റെ സമയത്ത് ഡോമിനൻസ്, രാജാക്കന്മാരുടെ ഒരു ക്വാളിറ്റിയാണ് ഡോമിനന്റ് ആവുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒന്ന് ഭരിക്കുക എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ ഇവിടെ ഇന്ന ഹൈബ്രിഡ് ലൈക്ക് ക്യാപിറ്റൽ ലെറ്റർ ടി ആൻഡ് സ്മോൾ ലെറ്റർ ടി. എന്ന് വെച്ചാൽ ഈ ചെടി എന്താ? ഈ ചെടി നീളമുള്ള ചെടിയാണ്. ഇവിടെ ദ ട്രേറ്റ് ദാറ്റ് അപ്പിയേഴ്സ് ഇസ് ദ ഡോമിനന്റ് ട്രേറ്റ്, ടോള്. ഇവിടെ അപ്പിയർ ചെയ്യുന്ന ഫ്രണ്ടിലുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. എന്ന് വെച്ചാൽ ആ ചെടി എന്താ? ഹൈറ്റ് കൂടിയ ചെടിയാണ്. എന്ന് വെച്ചാൽ ഇത് ഫ്രണ്ടിൽ അപ്പിയർ ചെയ്യുന്ന ആളാണ് ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും, നല്ല എല്ലാറ്റിനും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർ കുറച്ചും കൂടി ഡോമിനന്റ് ആയിരിക്കും, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പൊ അതിനെയാണ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ആൻഡ് വൈൽ ദ ഹിഡൻ വൺ ഈസ് ദ റിസസീവ് ട്രേറ്റ്. അവിടെ ഒളിഞ്ഞിരിക്കുന്ന ആളാണ് എന്ത്? റിസസീവ് ട്രേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ പറഞ്ഞ ഹൈബ്രിഡിൽ നമുക്ക് ഇവിടെ ഡോർഫ്, ഓക്കെ, ഡോർഫ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് ഡോർഫ് എന്ന് പറയുന്നത് ഒളിഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അത് ഹിഡൻ ആയിട്ടുള്ള ട്രേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ റിസസീവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്തതാണ് സെഗ്രിഗേഷൻ. ഓക്കെ, ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ, ഗാമീറ്റുകൾ ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗാമീറ്റ്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ? നമ്മൾ ടി, സ്മോൾ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി, ഇതൊക്കെ എന്താ? ഗാമേറ്റ്സ് ആണ്. ആ ചെടികളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഗാമേറ്റ്സ് ആണ്. ആൻഡ് ദ പെയർഡ് ഫാക്ടേഴ്സ് സെപ്പറേറ്റഡ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് മിക്സിംഗ്. ഇവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ആ പെയർഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഒരുമിച്ചുള്ള ഫാക്ടേഴ്സ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കും. അവര് പരസ്പരം മിക്സ് ചെയ്യാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും? അവര് അവിടെ നിൽക്കും. ഓക്കെ, അതാണ് ഞാൻ അടുത്ത് പറയുന്നതും ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഓക്കെ, എ പെയർ ഓഫ് അലീൽസ് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ദ സെപ്പറേഷൻ ഓഫ് അനദർ പെയർ ഓഫ് അലീൽസ് ഡ്യൂറിങ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസിന്റെ സമയത്ത് ഒരു പെയർ ഓഫ് അലീൽസ് മറ്റൊരു പെയർ ഓഫ് അലീൽസിനെ എന്ത് ചെയ്യുന്നില്ല? ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിൽക്കുന്നില്ല. അതാണ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോൺ മെന്റേലിയൻ ജെനറ്റിക്സ് ആണ്. മെന്റൽ പറഞ്ഞതിൽ നിന്ന് വിഭിന്നമായിട്ട് വരുന്ന മറ്റു ചില കോൺസെപ്റ്റ് ആണ് നോൺ മെന്റേലിയൻ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താന്ന് നമുക്ക് നോക്കാം. ഒന്നാമതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്താ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ആ പേരിൽ തന്നെ ഉണ്ട്, പൂർത്തിയാവാത്ത ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡോമിനൻസ്. അതിന് എക്സാമ്പിൾ ആണ് എ ഡോമിനന്റ് അല്ലീൽ കനോട്ട് ഫുള്ളി ഹൈഡ് എ റിസസീവ് വൺ. ഓക്കെ, ഇവിടെ സംഭവം എന്താ വെച്ചാല് ഡോമിനന്റ് ആയിട്ടുള്ള അല്ലീലിന്, ഓക്കെ, അത് പൂർണ്ണമായിട്ടും റിസസീവിനെ മറയ്ക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അതായത് റിസസീവും ഉണ്ട് ഡോമിനന്റും ഉണ്ട്. പൊതുവെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് ഡോമിനന്റ് ആയിട്ട് തന്നെ കാണിക്കും. പക്ഷെ ഇവിടെ ആക്ച്വലി സംഭവിച്ചെന്ന് വെച്ചാല് ഡോമിനന്റ് പൂർണ്ണമായിട്ടും
റിസസീവിനെ മറക്കാൻ പറ്റിയിട്ട, ഹൈഡ് ചെയ്യാൻ പറ്റിയിട്ട. അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലുള്ള ഡോമിനൻസിനെ ഇൻകംപ്ലീറ്റ് എന്ന് പറയും. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. അതിന് എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്ന പിങ്ക് ഫ്ലവേഴ്സ്. അതായത് ഒരു വെളുത്ത പുഷ്പവും ചുവന്ന പുഷ്പവും തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പിങ്ക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് രണ്ടും മിശ്രിതമായിട്ടുള്ളതാണ്. രണ്ടും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ് കോ ഡോമിനൻസ്. ഓക്കെ, കോ ഡോമിനൻസ്. ബോത്ത് alleles exhibit their trait simultaneously like the row and code pattern in the cattle. അതായത് രണ്ട് അല്ലീലും എന്ത് ചെയ്യുന്നു, ഒരേ സമയം എക്സ്പ്രസ് ചെയ്യുന്നു. ഓക്കെ, രണ്ട് അല്ലീൽസും ഒരേ സമയം എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കോ ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മളെ കാറ്റിൽസിന്റെ, പശുക്കളുടെ പുറത്തുള്ള റോ ആൻഡ് കോട്ട് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് മൾട്ടിപ്പിൾ അല്ലിസം. ഓക്കെ, മൾട്ടിപ്പിൾ അല്ലിസം നമ്മളെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ട്രേഡ്സ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 2 alleles ലൈക്ക് ദ ഹ്യൂമൻ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. നമ്മളെ ഓരോരാൾക്ക് ഓരോ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, എ പോസിറ്റീവ് ആവാം, ബി പോസിറ്റീവ് ആവാം, ബി നെഗറ്റീവ് ആവാം, എ നെഗറ്റീവ് ആവാം, എ ബി നെഗറ്റീവ് ആവാം, ഒ നെഗറ്റീവ് ആവാം. അങ്ങനെ ഒരുപാട് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ഓരോ ബ്ലഡ് ഗ്രൂപ്പ്സിനെയും കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രേറ്റ് ദാറ്റ് കൺട്രോൾഡ് ബൈ മോർ ദാൻ 2 alleles, രണ്ടിൽ കൂടുതൽ അല്ലീൽസ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയുന്നത്. നോർമലി നമുക്ക് പറയുമ്പോൾ 2 അല്ലീൽസ് ആണ് ഉള്ളത്. പക്ഷെ ഇവിടെ എന്താ സംഭവം, ഇവിടെ 2-ലധികം അല്ലീൽസ് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, അവര് ചുമതല എടുക്കുന്നു. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൾട്ടിപ്പിൾ അല്ലിലിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നോൺ മെന്റേലിയൻ ജെനറ്റിക്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ അത് പഠിക്കുക. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്താന്ന് നോക്കാം. സം ട്രേറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് മോർ ദാൻ 1 ജീൻ. ദിസ് ഈസ് കോൾഡ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. എന്താ സംഭവം? സം ട്രേറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് മോർ ദാൻ 1 ജീൻ. ഒന്നിലധികം ജീനുകളുടെ എന്താ ഇന്ററാക്ഷൻസ് അവിടെ ഉണ്ടാവും. അങ്ങനെ ഇന്ററാക്ഷൻസ് ഉണ്ടാവുന്ന സമയത്ത് അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ചില ട്രേറ്റുകൾ, ഓക്കെ, അത്തരത്തിലുള്ള ട്രേറ്റുകളെയാണ് നമ്മൾ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹ്യൂമൻ സ്കിൻ കളർ ആണ്. നമ്മളെ മനുഷ്യന്മാരുടെ സ്കിൻ കളർ, നമ്മളെ ശരീരത്തിന്റെ നിറം, ത്വക്കിന്റെ നിറം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഹ്യൂമൻ സ്കിൻ കളർ. മൾട്ടിപ്പിൾ ജീൻസ് കോസസ് വേരിയേഷൻസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ, ദ പ്രൈമറി പിഗ്മെന്റ് ഗിവിംഗ് ദ സ്കിൻ ഇറ്റ്സ് കളർ. നമ്മുടെ സ്കിന്നിന് നിറം നൽകുന്ന ഒരു പിഗ്മെന്റ് ആണ് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്. ഒരു പിഗ്മെന്റ് മെലാനിൻ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള മെലാനിൻ പിഗ്മെന്റിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന, അതിന്റെ വേരിയേഷൻ ഉള്ള, അതിൽ ആ പ്രൊഡക്ഷനിൽ വേരിയേഷൻ ഉണ്ടാക്കുന്ന ചില മൾട്ടിപ്പിൾ ജീൻസ് ഉണ്ട്. ആ ജീൻസ് ഈ പറഞ്ഞ പോളിജെനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മളെ ഒന്നിലധികം ജീനുകൾ ഒരേ ട്രേറ്റിനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അത്തരത്തിൽ വരുന്ന സാഹചര്യങ്ങളെയാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമ്മളെ സ്കിൻ കളർ എടുക്കുകയാണെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ സ്കിൻ ടോൺ അല്ലെങ്കിൽ ഓരോ സ്കിൻ കളറാണ്. ഒരു കാരണം മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ആണ്. നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ആണ് ഇതിന് കാരണം. അപ്പൊ ഈ മെലാനിൻ പിഗ്മെന്റിന്റെ പ്രൊഡക്ഷന് ചില വേരിയേഷൻസ് ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പോളിജെനിക് ഇൻഹെറിറ്റൻസ് ഉണ്ടാകുന്നത്. Environmental factors such as sunlight intensity in different geographical regions and diet, that means vitamin D, also strongly influence the skin color. നമ്മളെ ത്വക്കിന്റെ നിറം, നമ്മളെ സ്കിന്നിന്റെ നിറം നിർണ്ണയിക്കുന്നത് ജസ്റ്റ് മെലാനിൻ എന്ന പിഗ്മെന്റിനോടൊപ്പം തന്നെ എൻവറോൺമെന്റൽ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ആണ്, നമ്മളെ പ്രകൃതിയിലുള്ള ചില ഫാക്ടേഴ്സ് ആണ്. ലൈക്ക് സൺലൈറ്റ്, നമ്മൾ സൂര്യപ്രകാശത്തോട് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്ന സമയത്ത് നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഡാർക്ക് ആവും. സൂര്യപ്രകാശത്തിന് കുറച്ചും കൂടി മാറി നിൽക്കുന്ന സമയത്തോ നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ബ്രൈറ്റ് ആവും. എന്നുവെച്ചാൽ സ്കിൻ കളറിൽ അവിടെ വേരിയേഷൻസ് ഉണ്ടാവും, കാരണം സൂര്യനോടുള്ള എക്സ്പോഷർ ഉണ്ടാവും. അതേപോലെ തന്നെ വിറ്റാമിൻ ഡി, നമ്മൾ സൂര്യന് കിട്ടുന്ന വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ആ ഒരു ഘടകം, അതും നമ്മുടെ സ്കിൻ കളറിൽ ഒരുപാട് ഏറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജെനറ്റിക് വേരിയേഷൻ പറ്റിയിട്ടാണ്. ജെനറ്റിക് വേരിയേഷൻ, ഒന്നാമത്തെ തിയറിയാണ് ക്രോസിംഗ് ഓവർ. ഓക്കെ, ക്രോസിംഗ് ഓവർ എന്താന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ നമ്മൾ പ്രധാനമായിട്ട് പറയാനുള്ളതാണ് മിയോസിസ്. നിങ്ങൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ മേ ബി കേട്ടിട്ടുണ്ടാവാം മിയോസിസ് എന്നുള്ളത്. സോ എന്താണ് മിയോസിസ്? ദ സെൽ ഡിവിഷൻ പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ്. ഗ്യാമേറ്റുകളുടെ ഫോർമേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെൽ ഡിവിഷനെയാണ് മിയോസിസ് എന്ന് പറയുന്നത്. മിയോസിസും മൈറ്റോസിസും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ടാവും മേ ബി. ഓക്കെ, സോ ഈ മിയോസിസ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഗ്യാമേറ്റുകളുടെ ഫോർമേഷന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സെൽ ഡിവിഷൻ ആണ്. ഡ്യൂറിങ് എ സ്പെസിഫിക് സ്റ്റേജ് ഹോമോലോഗസ് ക്രോമസോം പെയർ അപ്പ്. ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇസ് കോൾഡ് ചിയാസ്മ.
അതായത് ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരേപോലെ ഇരിക്കുന്ന ക്രോമസോമിനെയാണ് നമ്മൾ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. ഒരേപോലെ ഇരിക്കും, കാണുമ്പോൾ ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന ക്രോമസോമിനാ ഹോമോലോഗസ് എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ഹോമോലോഗസ് ക്രോമസോമില് ഇവര് തമ്മിൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചിയാസ്മ. അതായത് ഈ ഒരു റീജിയനിൽ, ഓക്കെ, ഈ ഒരു റീജിയനിൽ ഇവർ പോയിന്റ് ഓഫ് കോണ്ടാക്ടിൽ ഏർപ്പെടുന്നു. അത്തരത്തിലുള്ള ആ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ചിയാസ്മ എന്ന്. ഓക്കെ, സോ ദ ക്രോമാറ്റിഡ്സ് ബ്രേക്ക് അറ്റ് ദിസ് റീജിയൻ ആൻഡ് ദ സെഗ്മെന്റ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ക്രോസിംഗ് ഓവർ. നമ്മളൊരു ക്രോമസോം വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, നമുക്കിപ്പോ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ഒരു ക്രോമസോം വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ക്രോമസോം എന്ന് കരുതുക. ഓക്കെ, ഇതൊരു ക്രോമസോം ആണ്. ഈ ക്രോമസോമില് എന്താ, ഈ ഒരു റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ ഒരു റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൻട്രോമിയർ. എന്ത് വിളിക്കുന്നത്? സെൻട്രോമിയർ. സെന്റർ റീജിയനാണ് നമ്മൾ സെൻട്രോമിയർ എന്ന് വിളിക്കുന്നു. സെൻട്രോമിയർ എന്ന് വിളിക്കുന്നു. പിന്നീട് അതിന് 4 ഇതളുകൾ നമുക്ക് കാണാൻ പറ്റും. 4 ഇതളുകൾ. ഈ 4 ഇതളുകളെയും വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിഡ്സ്. എന്താ വിളിക്കുന്നത്? ക്രോമാറ്റിഡ്സ്. ക്രോമാറ്റിഡ്സ്. ക്ലിയർ അല്ലേ? നമ്മള് ഒരു ക്രോമസോം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെന്റർ റീജിയനെ നമ്മൾ സെൻട്രോമിയർ എന്ന് വിളിക്കുന്നു. അതിന്റെ 4 ഇതളുകളെ നമ്മൾ എന്താ വിളിക്കുക? ക്രോമാറ്റിഡ്സ് ആണ്. ഇതൊന്ന്, 2, 3, 4 ഇങ്ങനെയുള്ള 4 ഇതളുകളെയും നമ്മൾ ക്രോമാറ്റിഡ്സ് എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ദ ക്രോമാറ്റിഡ്സ് ബ്രേക്ക് അറ്റ് ദിസ് റീജിയൻ ആൻഡ് ദ സെഗ്മെന്റ്സ് ആർ എക്സ്ചേഞ്ച്ഡ്. ഈ ചിയാസ്മ നടക്കുന്ന റീജിയൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് നടക്കുന്ന റീജിയനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെയുള്ള ക്രോമാറ്റിഡ്സ് പൊട്ടിപ്പോകും. അവിടെയുള്ള ക്രോമാറ്റിഡ്സ് എന്ത് ചെയ്യും? ഒന്ന് ഒട്ടിയിട്ട് അവർ പരസ്പരം എക്സ്ചേഞ്ച് നടത്തും. അവർ ക്രോമാറ്റിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടത്തും. ആ എക്സ്ചേഞ്ച് നടക്കുന്ന പ്രൊസീജിയറിനെയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് റീകോമ്പിനേഷൻ ഓഫ് അല്ലീൽസ് ലീഡ്സ് ടു ദ അപ്പിയറൻസ് ഓഫ് എൻറ്റയർലി ന്യൂ ട്രേറ്റ്സ് ഇൻ ദ ഓഫ്സ്പ്രിംഗ്. അങ്ങനെ ഇവർ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു ട്രേറ്റ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. എൻറ്റയർലി ന്യൂ ട്രേറ്റ് അവിടെ ഓഫ്സ്പ്രിംഗിൽ ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ക്രോസിംഗ് ഓവർ കൊണ്ട് പറയുന്നത്. ഇവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, ഇത് മറ്റേതിന്റെ കഷ്ണമാണ്. ഓക്കെ, മറ്റേ ക്രോമാറ്റിഡിന്റെ ഒരു കഷ്ണം ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു, പകരം ഇത് എന്ത് ചെയ്തു? ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. ക്ലിയർ അല്ലേ? സോ പരസ്പരം ഇവര് ക്രോമാറ്റിഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ക്ലിയർ അല്ലേ? അടുത്ത് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് ജനറ്റിക് വാരിയേഷന് കാരണമായ നമ്മൾ കേട്ട് കേൾവിയിൽ ഒന്നാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്താ? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവജാലത്തിന്റെ DNA-ക്കകത്ത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു മാറ്റം, സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഹെറിറ്റബിൾ ചേഞ്ചിനെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. കോസസ് എന്താണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? എറേഴ്സ് ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത്, DNA അടുത്ത ഒരു പുതിയൊരു DNA കമ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും എറേഴ്സ് ഒരു കാരണമാവാം. എന്തെങ്കിലും തരത്തിലുള്ള വാരിയേഷൻസ് അതൊരു കാരണമാണ്. അതല്ലെങ്കിൽ എക്സ്പോഷർ ടു സെറന്റൈൻ കെമിക്കൽസ്. നമ്മൾ ചില കെമിക്കൽസ് കൈകാര്യം ചെയ്യുമ്പോൾ അതിനോടുള്ള എക്സ്പോഷർ നമുക്ക് ഈ പറഞ്ഞ മ്യൂട്ടേഷൻസിന് കാരണമാകും. അതും അല്ലെങ്കിൽ ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ്. അതായത് നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ തന്നെ വാണിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എക്സ്റേ ഒക്കെ ഓവറായിട്ട് നമ്മുടെ ബോഡിയിൽ ആ റേഡിയേഷൻസ് കടന്നു പോകുന്ന സമയത്ത് ക്യാൻസറിനൊക്കെ ഇൻഡ്യൂസ് ചെയ്യും. ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സംഗതി ചില ലെവലില് അത് ക്യാൻസറിന് കാരണമാവും. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാല് സഡൻ ആയിട്ടുള്ള ഹെറിറ്റബിൾ ചേഞ്ച് ആണ്. നമ്മുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത്, ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സഡൻ പെട്ടെന്നായിട്ട് നടക്കുന്ന ഒരു ഹെറിറ്റബിൾ ചേഞ്ചിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻസ് കോസസ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇൻ ജീൻസ്. ഈ മ്യൂട്ടേഷൻ മൂലം എന്ത് ചെയ്യും? ജീൻസിനകത്ത് സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും. വെൻ ട്രാൻസ്ഫേർഡ് ത്രൂ ജനറേഷൻ ദേ ലെഡ് ടു മേജർ വാരിയേഷൻസ്. ഇത് തലമുറകളായി കൈമാറ്റം സംഭവിക്കുന്ന സമയത്ത് അവിടെ വലിയ തോതിലുള്ള വാരിയേഷൻസ് ഉണ്ടാവും, വലിയ തോതിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവും. ആൻഡ് മ്യൂട്ടേഷൻ പ്ലേസ് എ ക്രൂഷ്യൽ ആൻഡ് നെസസറി റോൾ ഇൻ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ. നമ്മുടെ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുന്ന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ പ്രധാന റോള് വഹിക്കുന്ന ഒരാൾ കൂടിയാണ് ആര്? മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ചാപ്റ്ററിന്റെ എൻഡിലേക്ക് എത്തി. കരിയേഴ്സ് ആണ് പറയുന്നത്. നിങ്ങൾ ജനറ്റിക്സ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻട്രസ്റ്റഡ് ആണ് അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾ ചാപ്റ്റർ തന്നെ തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭാവിയിൽ മെയ്ഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കരിയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഗ്രാജുവേഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഫീൽഡ് ഉണ്ട്. ഒന്നാമത്തെ ഫീൽഡ് ബയോടെക്നോളജി. ഫീൽഡ് ലൈക്ക് ബയോടെക്നോളജി. നമ്മൾ കൊറോണ സമയത്തൊക്കെ, COVID-19 വന്ന സമയത്തൊക്കെ നമുക്കറിയാം ബയോടെക്നോളജിസ്റ്റിന്റെ ആ ഒരു വാല്യൂ ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കി. കാരണം മെഡിസിൻസ് അതേപോലെ വാക്സിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ജനറ്റിക്സിന്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് മൈക്രോബയോളജി. എന്റെ സബ്ജക്റ്റ് ആണ് മൈക്രോബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത
ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണപ്പെടുന്ന ഓർഗാൻസിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് എന്ത് പറയുന്നത്, മൈക്രോബയോളജി എന്ന് പറയുന്നത്. അവിടെ ബാക്ടീരിയ ഉണ്ട്, ഫംഗസ് ഉണ്ട്, വൈറസ് ഉണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് ജീവജാലങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ് ഈ പറഞ്ഞ മൈക്രോബയോളജി എന്ന് പറയുന്നത്. ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ്. ബയോ ഇൻഫോർമാറ്റിക്സ് എന്നാൽ ബയോളജിയും ഇൻഫോർമേഷൻ ടെക്നോളജിയും ഐടിയും കമ്പൈൻ ചെയ്യുന്ന ബ്രാഞ്ചിനെയാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. അതും നമ്മൾ ഫ്യൂച്ചറിൽ ഒരുപാട് സ്കോപ്പ്, ഒരുപാട് സാധ്യതകളുള്ള ഒരു ബ്രാഞ്ചാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. They open doors to the wide range of laboratory and analytical careers. നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വൈഡ് റേഞ്ചസ് ഓഫ് കരിയേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ജെനറ്റിക്സ്. ഇനി നിങ്ങൾ BSc കഴിഞ്ഞ് നിങ്ങളെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. അത് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാഞ്ചാണ് ജെനറ്റിക് കൗൺസിലിംഗ്. ഓക്കെ, അതേപോലെ ജീനോമിക്സ് സയൻസ് എന്നൊരു ബ്രാഞ്ച് ഉണ്ട്. നിങ്ങൾ DNA എന്താണ്, RNA എന്താണ്, അപ്പൊ അതിനെപ്പറ്റി അതിന്റെ ടെക്നോളജി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ വർക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നീട് മെഡിക്കൽ ജെനറ്റിക്സ്, ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെഡിക്കൽ ജെനറ്റിക്സ് ഉണ്ട്. ഫോറൻസിക് സയൻസ്, നിങ്ങൾ ഫോറൻസിക് മൂവീസ് ഇറങ്ങിയ സമയം നിങ്ങൾക്ക് ഫോറൻസിക് സയൻസിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു ഫീൽഡാണ്. നല്ല ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റ് സെക്ടർ ആവട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആവട്ടെ, ഹെൽത്ത് കെയർ സെക്ടർ ആവട്ടെ, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാഞ്ചസ് ആണിത്. അതേപോലെ നിങ്ങൾക്ക് ആർമഡ് ഫോഴ്സിലൊക്കെ കയറാൻ പറ്റും. എന്ന് വെച്ചാൽ ആർമി, പോലീസിലൊക്കെ ഫോറൻസിക് സയൻസ് പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. പിന്നീട് ഒന്നാണ് അഡ്വാൻസ്ഡ് ഡിഗ്രി. ഓക്കെ, അഡ്വാൻസ്ഡ് ഡിഗ്രി പറഞ്ഞാൽ നിങ്ങൾ PhD ഒക്കെ, നിങ്ങൾ BSc MSc ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരിന് മുമ്പിൽ ഒരു ഡോക്ടറേറ്റ് ഒക്കെ ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PhD ഒക്കെ എടുക്കാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് PhD equipped students for cutting edge research in pharmaceuticals, അഗ്രികൾച്ചറൽ ആൻഡ് അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരുപാട് ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ ഇത് വളരെ ചുരുക്കമാണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. അത് കൂടാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ മറൈൻ ഫീൽഡ് വേണമെങ്കിൽ മറൈൻ ഫീൽഡിലേക്ക് പോവാം. നിങ്ങൾക്ക് കടലിലോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം. അഗ്രികൾച്ചറിനോട് താല്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അതല്ല നിങ്ങൾക്ക് ഫാർമസ്യൂട്ടിക്കൽസ്, മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് താല്പര്യമെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഗ്രീസും ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് ഡിഗ്രീസിൽ നമുക്ക് പഠിക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ട്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റിൽ രേഖപ്പെടുത്തുക, അത് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ക്ലാസ് മനസ്സിലായെങ്കിൽ അതും ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. വീണ്ടും അടുത്തൊരു പുതിയ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.